ഹലോ ഗൈസ്, അപ്പൊ ഇന്നൊരു പർച്ചേസിങ്ങിന് പോയ വ്ളോഗാണേ. അപ്പൊ ഇന്ന് എനിക്ക് ചാലയിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോകണമായിരുന്നു. അപ്പൊ കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നത്, അല്ലെങ്കിൽ കൂടുതലും ഞാൻ 2 വീലറിലാണ് പോകുന്നത്. അങ്ങനെ ഏകദേശം പാട്ടൊക്കെ കേട്ട് ഒരു 9:30 ആയപ്പോൾ ഞാൻ ഇവിടെ പാളയത്തെത്തി. അത്യാവശ്യം ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. കുറെ നേരം അവിടെ തന്നെ സ്റ്റക്കായി നിന്നു. അങ്ങനെ ഞാൻ ഈസ്റ്റോട്ട് എത്തിയിട്ട് നേരെ ചാലയിൽ പോയിട്ട് അവിടെ ഞാൻ സ്ഥിരം സാധനം വാങ്ങുന്നത് ശിവ ലേസ് ഹൗസിലാണ് പോയത്. ലോക്കറ്റ് പോയിട്ട് ഒട്ടുമിക്ക എല്ലാ മെറ്റീരിയലും ഞാൻ ഇവിടെ തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത്. വളരെ അഫോർഡബിൾ ആയ റേറ്റിലുണ്ട്. അതുപോലെ എല്ലാ സാധനങ്ങളും നമുക്ക് എന്താണോ നമ്മൾ ഉദ്ദേശിച്ചു പോകുന്നത് ആ സാധനം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഏകദേശം ഒരു 3-4 പ്രാവശ്യമായിട്ട് ഞാൻ ഇവിടെ നിന്നാണ് മെറ്റീരിയൽ എല്ലാം പർച്ചേസ് ചെയ്യുന്നത്. ഞാൻ പോയ സമയത്ത് നല്ല തിരക്ക് കുറവായിരുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ എല്ലാ സാധനങ്ങളും കിട്ടുകയും ചെയ്തു. അടുത്ത് പോയത് പാക്ക് ചെയ്യാനായിട്ട് കവർ വാങ്ങാനായിട്ടാണ്. അപ്പൊ 1-2 കടയിൽ കയറിയപ്പോഴത്തേക്കും അവിടെയൊന്നും ഞാൻ ഉദ്ദേശിച്ച കവർ ഇല്ല. അങ്ങനെ അവസാനം എനിക്കൊരു കടയിൽ നിന്ന് കിട്ടി. അങ്ങനെ കുറച്ച് കവറൊക്കെ വാങ്ങിച്ചു. അടുത്ത് അവിടുന്ന് ഞാൻ ലോക്കറ്റൊക്കെ വാങ്ങാനായിട്ട് സ്റ്റാർ കളക്ഷനിലോട്ടാണ് പോയത്. ഇവിടെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട്. എല്ലാം നമ്മുടെ ട്രെൻഡിങ്ങിനനുസരിച്ചുള്ള കളക്ഷൻസ് ആണ്. അങ്ങനെ അവിടുന്ന് ലോക്കറ്റൊക്കെ വാങ്ങിച്ചിട്ട് അടുത്തുള്ള സ്റ്റാർ ടൂൾസിൽ പോയി. കാരണം എനിക്ക് അവിടുന്ന് കുറച്ച് ടൂൾസും കൂടെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് ചെന്ന് വാങ്ങിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ എല്ലാ ലോക്കറ്റിനും ബില്ലിടുകയാണ്. അങ്ങനെ അതിനുശേഷം വരണ വഴിക്ക് ചെറിയ ബോട്ടിൽസ് വാങ്ങിച്ച് ഈ മുത്തൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് അത് പോയിട്ട് ഒരു വളക്കട കണ്ടു. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ വളയും ഞാൻ വാങ്ങിച്ചു. രാവിലെ ഒന്നും കഴിക്കാതെ പോയിട്ട് നല്ല വിശപ്പായോണ്ട് വന്നൊരു ലൈമും കട്ട്ലേറ്റ് കഴിച്ചു. അതിനുശേഷം കുറച്ചു നേരം ബസ്സിനെ വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ ബസ് വന്നു. ബസ്സിൽ കയറി പാട്ടൊക്കെ കേട്ടോണ്ടിരുന്നു. ബസ്സിന്റെ ഏറ്റവും ഫ്രണ്ട് സീറ്റിലാണ് ഞാൻ പോയിരിക്കാറ്. അങ്ങനെ അവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നു. പറഞ്ഞ വഴിക്ക് ഞാൻ ഉറിയാക്കോടാണ് വണ്ടി വെച്ചിട്ട് പോയത്. അങ്ങനെ തിരിച്ച് ബസ്സിൽ നിന്ന് ഇറങ്ങി വണ്ടി എടുത്തോണ്ട് വീട്ടിൽ വന്നു. അപ്പൊ ഇത്രയും വീഡിയോ. ബൈ ബൈ.